കോഴിക്കോട്ട് വാടകയ്ക്കെടുത്ത വീട് മറ്റുള്ളവർക്ക് ലീസിന് കൊടുത്ത വൻ തട്ടിപ്പ്. അശോകപുരം സ്വദേശിയായ മെർലിൻ ഡേവിസാണ് തട്ടിപ്പ് നടത്തിയത്. 60ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. ലീസിന് നൽകിയവരിൽ നിന്നും പണം വാങ്ങി മെർലിൻ ഒളിവിൽ പോവുകയായിരുന്നു. 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പോലീസ്. ഞങ്ങളെടുത്ത് ലീസിന് എന്ന് പറഞ്ഞിട്ട് 15 ലാക്കാണ് ഞങ്ങളെടുത്തുനിന്ന് വാങ്ങിയത്. പിന്നെ അത് മൂപ്പത്തി ഓണർക്ക് റെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തറവാട് വീടിന്റെ അതേ പേരിൽ തന്നെയാണ് അവർ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതിയത്. ഇവിടുന്ന് ഒഴിയാൻ പോയപ്പോൾ അവൾ എനിക്ക് 10,000 ഉറുപ്പ്യ വാടകയ്ക്ക് ഒരു വീട് എടുത്തു തന്നു. ഇപ്പം 2 മാസമായിട്ട് വാടകയില്ല, ആളും ഇല്ല, മുങ്ങി. 4.5 ലക്ഷം രൂപ മേടിച്ചു. അത് കഴിഞ്ഞ് പോരാന്ന് പറഞ്ഞിട്ട് 50,000 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെയും മേടിച്ചു. എന്നിട്ട് ഒന്നും തന്നില്ല. ഇപ്പം നോക്കുമ്പോൾ ഓണർ പറയണ 3 മാസത്തിനുള്ളിൽ ഇറങ്ങിപ്പോണം, നിങ്ങളുടെ ബാലൻസ് കഴിഞ്ഞു. 35,000 റുപ്പീസ് ഡെപ്പോസിറ്റ് വേണം, 18,000 റുപ്പീസ് റെൻറ്റ്. അതിനാണ് എഗ്രിമെൻറ്റ് എൻ്റെ അടുത്ത് ഒപ്പിടിച്ചത്. ഞാൻ ചോദിച്ചു അവരോട്, മല്ലിനോട്, ഞാനിതിൻ്റെ എഗ്രിമെൻറ്റ് ഒപ്പിടേണ്ട ആവശ്യം, ഞങ്ങൾക്കൊരു എഗ്രിമെൻറ്റ് ഉണ്ടല്ലോ രണ്ടാടോ. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, വീട് വാടകയ്ക്കെടുത്തുള്ള വലിയൊരു തട്ടിപ്പാണോ ഇവർ നടത്തിയത്? തീർച്ചയായും സുജയ, പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ തട്ടിപ്പുകൾ ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെയാണ്. അതായത് ഒരു യുവതിയാണ് ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നത്. അവർ വീട്ടുടമസ്ഥനിൽ നിന്ന് വാടകയ്ക്ക് എന്ന പേരിൽ വീട് വാങ്ങും. തുടർന്ന് ആ വീട് മറ്റുള്ളവർക്ക് ലീസിന് നൽകും. അവർക്ക് 1 വർഷത്തേക്കൊക്കെ ലീസിനായി നൽകുകയാണ് ചെയ്യുക. തുടർന്ന് അവരിൽ നിന്ന് പണം വാങ്ങി 2 മാസത്തെ പണം ഈ വീട്ടുടമസ്ഥന് നൽകും. ശേഷം ഈ ഇടനിലക്കാരിയായി നിൽക്കുന്ന യുവതി സ്ഥലം വിടും. പിന്നീട് 2 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ അടുത്തേക്ക് ഈ വീട്ടുടമസ്ഥരെത്തുക. അപ്പോഴാണ് തങ്ങളിങ്ങനെ ലീസിനാണ് ഈ വീടെടുത്തിരിക്കുന്നത്, ഇത്രയും പണം നൽകിയിട്ടുണ്ട് എന്നും പറയുക. അങ്ങനെ ഈ ഉടമസ്ഥരും അവിടെ ഇപ്പോൾ താമസിക്കുന്നവരും തമ്മിൽ തർക്കമാകും. അങ്ങനെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏതാണ്ട് 60ഓളം പേരെ ഈ രീതിയിൽ വാടകയ്ക്ക് വീടെടുത്ത് ലീസിന് നൽകി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി, ഈ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച യുവതിയുടെ വീട്ടിലേക്ക് കുറെ പേർ, അതായത് ഈ പറ്റിക്കപ്പെട്ടവർ ഒത്തുചേർന്നെത്തുകയും അവർ ഇവരെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് പോലീസൊക്കെ അവിടെ എത്തി. പക്ഷേ ഇവർ അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 6ഓളം FIR നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഇത് വലിയൊരു തട്ടിപ്പാണ്. ഒരുപക്ഷെ 6 കോടി അല്ലെങ്കിൽ അതിൽ കവിഞ്ഞൊക്കെ പണത്തിന്റെ ഇടപാട് ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. പലരെയും ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരുടെ പരാതി പോലീസ് സ്വീകരിച്ചു വരികയാണ്. FIR ഇനിയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഏതായാലും ഈ മെർലിൻ എന്ന് പറയുന്ന അശോകപുരത്ത് താമസമാക്കിയ സ്ത്രീ നിലവിൽ ഒളിവിലാണ്. സുജയ. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.